നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ ടയർ പഞ്ചറായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ തുടക്കക്കാർക്കാണ് ഈ വീഡിയോ. പുതിയതായി ഈ സൗദി പോലുള്ള പട്ടണങ്ങളിൽ നിങ്ങൾ ഡ്രൈവറായിട്ട് വരുമ്പോൾ, അല്ലെ ഇന്ത്യയിലായിക്കോട്ടെ, ചെറിയ ട്രക്കിൽ നിന്ന് വലിയ ട്രക്കിലേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. തുടക്കക്കാർക്ക് വേണ്ടി ട്രക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അതെങ്ങനെ ഓടിക്കണം, അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ മെക്കാനിക്കിൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാനിതിൽ പറയാറുണ്ട്. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ. അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഡോക്ടർ ഡ്രൈവിംഗ് CB, അതും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വഴിയിലൊക്കെ വെച്ച് ഒന്ന് ടയർ പഞ്ചറായാൽ, അല്ലെങ്കിൽ ആണി കയറി, അല്ലെങ്കിൽ ബോൾട്ട് വല്ലതും കയറി ടയർ പഞ്ചറായാൽ നമുക്ക് എന്തൊക്കെ എളുപ്പം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, വർക്ക്ഷോപ്പ് വരെ എങ്ങനെ നമുക്ക് ഓടിപ്പോകാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലുള്ള വലിയ ട്രക്കുകളിൽ ടയർ ഒന്ന് പഞ്ചറായാൽ വഴി വെച്ച് മാറാൻ വലിയ പാടാണ്. കാര്യം സൗദി പോലുള്ള പട്ടണങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരാളേ ഉള്ളൂ. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് 2 പേര് കാണും ഒരു വണ്ടിക്കകത്ത്. ഇവിടെയൊക്കെ ഒരാളേ ഉള്ളൂ. നമ്മൾ തന്നെ വഴിയിൽ ഇട്ട് ടയർ മാറണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായാൽ, ടയറൊന്ന് പഞ്ചറായാലും ആണി കയറി അവ ലീക്കാവുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു ടയറിനകത്ത് ആണി കയറി ഇരിക്കുകയാണ്, ഞാൻ കാണിക്കാം. ഒരു വലിയൊരു ആണി കയറി ഇരിക്കുകയാണ് ഇതിനകത്ത്. ആണ്ട കൂട്ടുകാരെ, ഇവിടെ ആയിട്ടാണ് ഒരു ആണിയല്ല, ഒരു ബോൾട്ട് മാതിരി ഇതുണ്ട്, ഇത്രയും വലുതാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം എല്ലാ ടയറും കൂട്ടുകാരെ ഇപ്പം ട്യൂബ്ലെസ്സാണ് വരുന്നത്. ട്യൂബുള്ള ടയർ ആകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് തന്നെ ടയർ പഞ്ചറാവും ആണി കയറിയാൽ. കാര്യം ട്യൂബ് ഉണ്ടായിട്ട്. എന്നാൽ ട്യൂബ്ലെസ്സിൽ അത്രയ്ക്ക് പ്രശ്നമില്ല, എളുപ്പം പഞ്ചറാവത്തില്ല. വലിയ ബോൾട്ടൊക്കെ കയറിയാലേ പഞ്ചറാവും. അപ്പോൾ നമ്മൾ വഴി വെച്ച് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ടയറിൽ, ട്യൂബില്ലാത്ത ടയറിൽ ആണി കയറിയാൽ നമ്മൾ പെട്ടെന്ന് ഇളക്കി കളയരുത്, വെള്ളം ഒഴിച്ച് നോക്കണം ആദ്യമേ. അപ്പോൾ വഴി വെച്ച് ആണി കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി സോപ്പും വെള്ളം വല്ലം അവിടെയായിട്ട് ഒഴിക്കണം. വേണ്ടേ, ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട് ഇച്ചിരി വെള്ളം. അപ്പോൾ ലീക്കില്ല. ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ലീക്കില്ല ഒട്ടും. അപ്പോൾ ലീക്കില്ലെങ്കിൽ നമ്മൾ വഴി വെച്ച് ഒരു കാരണവശാലും ഊരരുത്. വർക്ക്ഷോപ്പ് അടുത്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ ടയർ ഷോപ്പിൽ വന്നിട്ട് മാത്രമേ ഊരാവൂ. ഇപ്പം ഞാനിപ്പോൾ ഇത് ഊരി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഇവിടെ അടുത്താണ്. അപ്പോൾ ഒന്ന് ഊരി നോക്കാം. ഇതിനകത്ത് ലീക്ക് ഉണ്ടായി, ഇപ്പം മനസ്സിലായി. ലീക്ക് ഉണ്ടായി എനിക്ക് ഇവിടെ തന്നെ വർക്ക്ഷോപ്പിൽ ഇത് കയറ്റി ഇടാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് ഊരി കാണിക്കാം. ഓക്കെ കൂട്ടുകാരെ, ഇച്ചിരി വലുതാണ്, ഒരു 1-2 ഇഞ്ച് അകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് കട്ട ടയറായണ്ട പൊളിഞ്ഞ് പോകാത്ത. ഇതിനകത്ത് കട്ട ഉണ്ടായിട്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് ലീക്കായനെ. ഇതുപോലുള്ള ടയറിലാണ് ഇത് കയറിയെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയേനെ. എന്തോരം അവസാനം ഇളക്കി കൂട്ടുകാരെ. അതാണ്ട് ഇത്രയും വലിയൊരു ഐറ്റമായിരുന്നു ഇതിനകത്ത് കയറിയിരുന്നത്. ഇത് ബോൾട്ട് ഏകദേശം ഒരു 3 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ കട്ടയുള്ള ടയർ ആയതുകൊണ്ട് കാറ്റ് പോയില്ല. ഞാൻ ഇച്ചിരി സോപ്പോട് ഒഴിച്ച് നിങ്ങൾക്ക് കാണിക്കാം. എന്തുവാലും ഇളകി കഴിഞ്ഞിട്ട് ലീക്ക് ഒട്ടുമില്ല. അപ്പോൾ രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ പോകേണ്ട കാര്യമില്ല. വർക്ക്ഷോപ്പ് നമ്മുടെ അടുത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇളക്കി കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ വഴിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇളക്കരുത്. ലീക്ക് ഉണ്ടെങ്കിൽ ഇളക്കി മാറ്റരുത്. പിന്നെ ട്യൂബില്ലാത്ത ടയറാണെങ്കിൽ പെട്ടെന്ന് ഒരാണി കയറിയാൽ അത് ഇളക്കി മാറ്റണം. ട്യൂബില്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ട്യൂബുള്ള ടയറാണെങ്കിൽ ആണി കയറിയാൽ ഉടനെ തന്നെ ഇളക്കി മാറ്റണം, അല്ലെങ്കിൽ പഞ്ചറിൻ്റെ എണ്ണം കൂടും. ട്യൂബില്ലാത്ത ടയറാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, വർക്ക്ഷോപ്പ് വരെ നമുക്ക് ഓടിപ്പോം. പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് നോക്കിയാൽ മതി, ലീക്ക് ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വിചാരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.